കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ഇന്നത്തെ പരിശുദ്ധ ദൈവവചന ഭാഗം നമുക്ക് വായിച്ചു കേൾക്കാം. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവിൻ. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിസ്തൃതവും വഴി വിശാലവുമാണ്. അതിലേ കടന്നു പോകുന്നവർ വളരെയാണ് താനും. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വഴി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവരോ ചുരുക്കം. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നായ്ക്കളാണ്. ഫലങ്ങളിൽ നിന്ന് അവരെ മനസ്സിലാക്കാം. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. നല്ല വൃക്ഷത്തിന് ചീത്ത ഫലങ്ങളോ ചീത്ത വൃക്ഷത്തിന് നല്ല ഫലങ്ങളോ പുറപ്പെടുവിക്കുവാൻ സാധിക്കുകയില്ല. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ തിരിച്ചറിയും. ഇതാണ് ഇന്നത്തെ വിചിന്തനത്തിനുള്ള വിശുദ്ധ വേദഭാഗം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ റൂഹായുടെയും നാമത്തിൽ ആമേൻ. എന്നെ കേൾക്കുന്ന കർത്താവിൽ പ്രിയരെ, എല്ലാവർക്കും ഈസ്റ്ററിൻ്റെ കെംതാക്കാലമാണ്. ഈസ്റ്ററിൻ്റെ അനുഗ്രഹങ്ങളും ആശംസകളും പ്രാർത്ഥനാപൂർവം ആശംസിക്കുന്നു. ഉദ്ധിതനായ കർത്താവ് നമ്മെ ജീവനിലേക്ക്, നിത്യജീവനിലേക്കാണ് നയിക്കുന്നത്. ഉത്ഥാനം, ഉയിർപ്പ് എന്ന് പറയുന്നത് ഉയിര് നൽകുകയാണ്. ആത്മീയ ജീവൻ നൽകുന്നതിന് വേണ്ടിയാണ് അവിടുന്ന് കടന്നു വന്നിരിക്കുന്നത്. യേശുനാഥൻ പറയുന്നു, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും അത് സമൃദ്ധമായി ഉണ്ടാകുന്നതിനും വേണ്ടിയാണ്. നാം വായിച്ചു കേട്ട വിശുദ്ധ വേദഭാഗത്തെ എൻ്റെ ചിന്താസരണിയിൽ ഞാൻ 3 ഭാഗങ്ങളായിട്ട് ഒന്ന് തിരിക്കുകയാണ്. ഒന്നാമത്തെ ഭാഗം, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവീൻ എന്നുള്ള യേശുനാഥൻ്റെ സ്വാഗതം നമ്മെ വിളിക്കുന്ന മനോഭാവമാണ്. അദ്ദേഹം അവിടെ നമ്മെ ക്ഷണിക്കുകയാണ്. യേശു നമ്മെ ക്ഷണിക്കുന്നു, ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുകയും. കാരണം വിസ്തൃതമായ വാതിൽ വിനാശത്തിലേക്ക് നമ്മെ നയിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുകയാണ്, ഞാനാണ് ആടുകൾക്ക് വാതിൽ. എന്നിലൂടെ പ്രവേശിക്കുന്നവൻ അകത്ത് വരികയും മേച്ചിൽപ്പുറം കണ്ടെത്തുകയും ചെയ്യും. കർത്താവ് നമ്മളെ ആഹ്വാനം ചെയ്യുന്നു, ക്ഷണിക്കുന്നു നിത്യജീവനിലേക്ക്. ഈ ഉയർപ്പിൻ്റെ കാലയളവിൽ ഈ വേദഭാഗം ഏറെ പ്രസക്തമാണ്. നിത്യജീവനിലേക്ക് കടന്നു വരുവാൻ ആഗ്രഹിക്കുന്നവൻ യേശുവാകുന്ന വാതിലിനെ പിൻപറ്റി ജീവിക്കുവാൻ ആഗ്രഹിക്കണം. യേശു നിത്യജീവൻ നമുക്ക് നേടിത്തന്നത് കുരിശെന്ന് പറയുന്ന ഇടുങ്ങിയ വാതിലിലൂടെയാണ്. കുരിശിൻ്റെ വഴി സഹനത്തിൻ്റെയും കഷ്ടപ്പാടിൻ്റെയും പരിത്യാഗത്തിൻ്റെയും പരിത്യജിക്കലിൻ്റെയും മറ്റുള്ളവരാൽ തള്ളപ്പെടുന്നതിൻ്റെയും ഒറ്റിക്കൊടുക്കപ്പെടുന്നതിൻ്റെയും ഉപേക്ഷിക്കപ്പെടുന്നതിൻ്റെയും ഒക്കെ ആകത്തുകയാണ് കുരിശിൽ കർത്താവ് ഏറ്റെടുത്തത്. നമുക്ക് ജീവൻ നൽകുവാനും അത് സമർത്ഥമായി നൽകുവാനും അവിടുന്ന് ആഗ്രഹിക്കുമ്പോൾ അവിടുന്ന് പറയുന്ന വഴി അത് വളരെ ഇടുങ്ങിയതാണ്. കഷ്ടപ്പാടുകളുടെയും വേദനകളുടെയും കുരിശിൻ്റെ വഴിയിലൂടെ കർത്താവിനെ അനുഗമിക്കുവാൻ അവിടുന്ന് ക്ഷണിക്കുകയാണ്. അവിടുന്ന് അതാണ് പറയുന്നത്, നിങ്ങൾ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവീൻ. കാരണം അവിടത്തേക്ക് കൃത്യമായിട്ടറിയാം, തലമുറകളായി മനുഷ്യൻ ദൈവത്തിൽ നിന്ന് അകലുന്നു. പഴയ നിയമത്തിൻ്റെ പശ്ചാത്തലം നോക്കുക. അവൻ ആവശ്യമായതെല്ലാം കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൻ തൻ്റെ ദൈവത്തെ മറന്നു. യഹോവയെ മറന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിലേക്ക്,
യഹോവയെ മറന്ന് ബാബിലോണിൻ്റെ അടിമത്തത്തിലേക്ക്, യഹോവയെ മറന്ന് വിശാലമായ ലോകം തേടി റോമാക്കാരുടെയൊക്കെ അടിമത്തത്തിലേക്ക് തൻ്റെ ജനം കടന്നുപോയത് കർത്താവിനറിയാം. അപ്പോൾ വിശാലമായ ലോകം തേടിയുള്ള മനുഷ്യൻ്റെ ഈ മരണപ്പാച്ചിൽ മാനുഷികമായ ലൗകികമായ അവൻ്റെ ഒരു തത്രപ്പാട് മാത്രമാണ്. അവിടെ ഇവന് രക്ഷയില്ല. രക്ഷ നേടുവാൻ ആഗ്രഹിക്കുന്നവൻ യേശുവിലേക്ക് തിരിയണം. പഴയ നിയമത്തിലെ രക്ഷ ഓശാന പെരുന്നാൾ നമ്മൾ പറയുകയും ആഘോഷിക്കുകയൊക്കെ ചെയ്യുന്നു. ഹോഷിയാന കർത്താവെ ഞങ്ങളെ രക്ഷിക്കണമേ. ഈ രക്ഷയുടെ അനുഭവത്തിലേക്ക് കർത്താവ് പറയുകയാണ്, രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവീൻ. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അത് ജീവനിലേക്ക് നിങ്ങളെ നയിക്കും. നമുക്ക് വേണ്ടതെന്താണ്? ജീവനാണ്. ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവിനെ നഷ്ടപ്പെടുത്തിയാൽ എന്താണ് പ്രയോജനം? സ്വന്തം ആത്മാവിന് പകരമായി എന്തു കൊടുക്കും? ശരീരത്തേക്കാൾ ശ്രേഷ്ഠം മനുഷ്യൻ്റെ ആത്മാവാണ്. ഇത് തിരിച്ചറിയാതെ മനുഷ്യൻ നഷ്ടശിക്ഷനായി ഉഴലുമ്പോൾ യേശു വഴിതെറ്റുന്ന തൻ്റെ മക്കളോട് പറയുകയാണ്, ഇതൊരു ആഹ്വാനമാണ്. അതുകൊണ്ടാണ് ഇതൊരു ആഹ്വാനമായി, ഒരു ക്ഷണമായി കർത്താവ് നൽകിക്കൊണ്ട് പറയുന്നത്, നിങ്ങൾ ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുകയും. പൊതുവെ അത് വീതി കുറഞ്ഞതാണ്. പക്ഷേ വീതി കുറഞ്ഞ വഴിയിലൂടെ നിനക്കൊരു പ്രത്യേകതയുണ്ട്. നീ ശ്രദ്ധിച്ച് യാത്ര ചെയ്യും. യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനായി എന്ന് പറയുന്നതിന് കാരണം, നാം യാത്ര ചെയ്യുമ്പോൾ കുരിശിൻ്റെ വഴി ഇടുങ്ങിയ വഴിയാണ്, വിശാലമായ വഴിയല്ല. ഇടുങ്ങിയ വഴിയിലൂടെ പ്രവേശിക്കുന്നവൻ ദൈവത്തെ കണ്ടെത്തും. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, ഞാനാണ് ആടുകൾക്ക് വാതിൽ. ആടുകളെ ജീവൻ നൽകി ഉയർപ്പിക്കുവാൻ അവിടുന്ന് തന്നെ നൽകുന്ന അനുഭവമാണ് ഈസ്റ്ററിലൂടെ നാം മനസ്സിലാക്കിയത്. ഒന്നാമത്തെ ഭാഗമാണ് ഞാനിവിടെ വായിച്ച് നിങ്ങളോട് സംസാരിച്ചത്, ഇടുങ്ങിയ വാതിൽ. നമ്മളൊക്കെ നട്ടം തിരിഞ്ഞ് ഓടുകയാണ് പല നേട്ടങ്ങളും നേടുവാൻ. യേശുവിനെ നേടാതെ എന്തെല്ലാം നേടിയിട്ടും എന്താണ് ദൈവമക്കളെ നമുക്ക് ഒരു പ്രത്യേകത? തിന്നാനും കുടിക്കാനുമാണോ നമ്മുടെ ജീവിതം? ആത്മാവിലെ ജീവിതത്തിനാണ് ശ്രേഷ്ഠത. ശരീരം ഒന്നിനും കൊള്ളുന്നില്ല, ആത്മാവാണ് ജീവൻ നൽകുന്നത്. ആത്മാവിനെ ജീവിപ്പിക്കുന്ന അനുഭവത്തിലേക്ക് യേശു നമ്മെ ക്ഷണിച്ചുകൊണ്ട് പറയുന്നു, ആത്മീയ ജീവിതത്തിലേക്ക്, നിത്യജീവനിലേക്ക് വരുവാൻ ആഗ്രഹിക്കുന്നവൻ സ്വയം പരിത്യജിക്കണം. കുരിശിൻ്റെ വഴിയെ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കണം. രണ്ടാം ഭാഗം, നമ്മൾ ഈ യാത്രയിലൂടെ പോകുമ്പോൾ യഥാർത്ഥ ഇടയനിൽ നിന്ന് നമ്മെ വഴിതെറ്റിക്കുന്ന മറ്റു ചില ഇടയന്മാർ, ആടുകളൊക്കെയുണ്ട്. ആടുകളുടെ വേഷത്തിൽ വരുന്ന വ്യാജ പ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ. ആടുകളുടെ പ്രത്യേകത എന്താണ്? ആട് വളരെ നിഷ്കളങ്കമായി പെരുമാറുന്ന ഒരു ജന്തുവാണ്, ഒരു ജീവിയാണ്. അതിന് ദൂരക്കാഴ്ചയൊന്നുമില്ല, അടുത്തുള്ളതേ കാണാൻ സാധിക്കുകയുള്ളൂ. ആടുകൾ എന്ന വേഷത്തിൽ മറ്റുള്ളവരെ വഴിതെറ്റിക്കുവാൻ വരുന്നവരുടെ എണ്ണം ഇന്ന് കൂടിക്കൊണ്ടിരിക്കുകയാണ്. എവിടെ നോക്കിയാലും മുഖസ്തുതി പറയുന്നവർ, എവിടെ നോക്കിയാലും കള്ളം പറയുന്നവർ, സ്വന്തം സ്ഥാനമുറപ്പിക്കുവാൻ, സ്വന്തം വഴി നേരെയാക്കുവാൻ, സ്വന്തം പ്രതാപം, സ്വയം പണം നേടുവാനൊക്കെ ആടുകളുടെ വേഷം ധരിക്കുന്ന വ്യാജ പ്രവാചകന്മാർ, ഇവരെ സൂക്ഷിക്കണമെന്നാണ് കർത്താവ് പറയുന്നത്. കർത്താവിൻ്റെ കാലത്തും അതുണ്ടായിരുന്നു, ഇന്നും അതുണ്ട്. പ്രിയമുള്ളവരെ, കർത്താവ് നമ്മളോട് പറയുന്നു, നിങ്ങൾ സൂക്ഷിക്കേണ്ടതിനെ സൂക്ഷിക്കണം, നിങ്ങൾ സ്വീകരിക്കേണ്ടതിനെ സ്വീകരിക്കണം. യേശുവിൻ്റെ വചനങ്ങൾ കേൾക്കണം. വ്യാജപ്രവാചകന്മാർ ആടുകളെപ്പോലെ ശാന്തരായി വളരെ വിനയത്തോടെ പെരുമാറുമെന്ന് വരികിലും അവരുടെ ഉള്ളിൽ അവർ
കടിച്ചു കീറുന്ന ചെന്നായ്ക്കളാണ്. അപ്പോൾ കുഞ്ഞാടിൻ്റെ വേഷമിട്ടിരിക്കുന്ന ചെന്നായ്ക്കളാണ് വ്യാജപ്രവാചകന്മാർ. അവരെ സൂക്ഷിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നീ വീഴും, ആത്മീയ ജീവിതം നഷ്ടപ്പെടും, നിത്യജീവനിൽ നിന്ന് അകന്നു പോകും. ഇതാണ് പത്രോസിന് പറ്റിയത്. അഹങ്കരിച്ചപ്പോൾ വീണുപോയി. അവൻ നിബദിച്ചു. യേശുവിനെ സ്വന്തമാക്കേണ്ടതിന് പകരം അവൻ തീ കാഞ്ഞുകൊണ്ടിരുന്നു. പ്രാർത്ഥനയ്ക്ക് പകരം വാളെടുത്ത് വെട്ടി. ഇതൊന്നുമല്ല കർത്താവ് നിത്യജീവനിലേക്ക് പ്രവേശിക്കുവാൻ നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. നമ്മുടെ ത്യാഗമാർന്ന ജീവിതം. ഞാൻ ആരാണ്? ഞാൻ എൻ്റെ യേശുവിൻ്റേതാണ്. ഞാൻ എവിടെ നിന്ന് വന്നു? ഞാൻ എവിടേക്ക് പോകുന്നു? ഇതൊക്കെ നമ്മൾ അറിയണം. ഉണ്ടുകൊടുത്തും ജീവിച്ചാൽ പോരാ. നാം കർത്താവിനെ അറിയണം, യേശുവിനെ അറിയണം. മത്തായിയുടെ വിശുദ്ധ സുവിശേഷത്തിൽ 7-ാം അധ്യായം 7-ാം വാക്യത്തിൽ പറയുന്നു, അന്വേഷിക്കുന്നവൻ കണ്ടെത്തും, മുട്ടുന്നവൻ തുറന്നു കിട്ടും, യാചിക്കുന്നവൻ ലഭിക്കുകയും ചെയ്യും. നിത്യജീവനുമായി ബന്ധപ്പെട്ട് നമ്മളോട് കർത്താവ് പറയുകയാണ്. 3-ാമത്തെ ഭാഗം 1-2 ഞാൻ സൂചിപ്പിച്ചു. 3-ാം ഭാഗം, ഫലത്തിൽ നിന്ന് വൃക്ഷത്തെ തിരിച്ചറിയാൻ സാധിക്കും. മുൾച്ചെടിയിൽ നിന്ന് മുന്തിരിപ്പഴമോ ഞെരിഞ്ഞിൽ നിന്ന് അത്തിപ്പഴമോ പറിക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും പുറപ്പെടുവിക്കുന്നു. വളരെ സുവ്യക്തമായ കാര്യമാണ്. നാം ഇന്ന് ചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ, ആദ്യകാലം മുതൽ ഇന്ന് വരെ പരിശോധിച്ചാൽ, നന്മയിൽ നിന്ന് ഉരുവാകുന്നത് നന്മയും തിന്മയിൽ നിന്ന് ഉരുവാകുന്നത് തിന്മയുമാണ്. അവിടുന്ന് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ധ്വനി നമുക്ക് തരികയാണ്. എന്താ തരുന്ന ധ്വനി? ഫലത്തിൽ നിന്ന് നിന്നെ തിരിച്ചറിയാൻ. അപ്പോൾ നീ നല്ല ഫലം ചൂടുന്നവനായി മാറണം. അതായത് ആത്മാവിൻ്റെ ഫലങ്ങൾ എല്ലാവർക്കും അറിയാം. അതേതൊക്കെയാണെന്ന് വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പൗലോസ് അപ്പോസ്തലൻ പഠിപ്പിക്കുന്നുണ്ട്. വിനയം, സൗമ്യത, വിശ്വസ്തത ഇത്യാദി നന്മകൾ, പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങൾ, ദാനങ്ങൾ പുറപ്പെടുവിക്കുവാൻ നമുക്ക് സാധിക്കണം. ഇങ്ങനെ ആത്മീക നൽവരങ്ങൾ പുറപ്പെടുവിക്കുവാൻ സാധിക്കുന്നില്ലെങ്കിൽ 10, 50, 60 വർഷം ജീവിച്ചതുകൊണ്ട് എന്ത് നേട്ടം? നമ്മൾ ആരെ നേടി? നമ്മൾ എന്ത് നേടി? യേശുവിനെ നേടണം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ജീവിതത്തിൽ പറയുന്നത്, യേശുവിനെ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ, നോ ലോങ്ങർ ഐ ഹു ലിവ് ബട്ട് ക്രൈസ്റ്റ് ഹു ലിവ്സ് ഇൻ മീ. ഗലാത്യർ 3:20 പറയുകയാണ്, ഞാനല്ല ഇനിമേൽ ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ക്രിസ്തു ജീവിക്കുമ്പോൾ നമ്മിൽ പരിശുദ്ധാത്മാവ് കടന്നു വരികയാണ്. പരിശുദ്ധാത്മാവ് നമ്മിലായി കഴിയുമ്പോൾ നാം പ്രവചിക്കും, സാക്ഷ്യം നൽകും. ജെറുസലേമിലും യൂദയായാലും സമറിയായാലും ലോകത്തിൻ്റെ അതിർത്തികളോളം യേശു ക്രിസ്തുവിന് സാക്ഷ്യം വഹിക്കും. നാം ശ്രദ്ധിക്കണം. ഒരു പരിശുദ്ധ കുർബാന ഉൾക്കൊണ്ടതുകൊണ്ട് നമ്മുടെ സാക്ഷ്യം പൂർണ്ണമായി എന്ന് നാം ധരിക്കരുത്. യേശുവിനെ സ്വന്തമാക്കുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? നാം പരിശോധിക്കണം. നിത്യജീവനിലേക്ക് കർത്താവ് നമ്മെ ക്ഷണിച്ചുകൊണ്ട് പറയുകയാണ്, ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുകയും. ആ വാതിൽ വേദനയുടെയും സഹനത്തിൻ്റെയും കഷ്ടതയുടെയും വാതിലാണ്. ഉയർപ്പിൻ്റെ കാലയളവിൽ നമുക്ക് നല്ല ഫലങ്ങൾ പുറപ്പെടുവിക്കാം, നന്മയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കാം. എൻ്റെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് നന്മയുണ്ടാകണം. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. അവനവൻ ആത്മസുഖത്തിനാചരിച്ചിടുവതൊക്കെയും അപരനാത്മസുഖത്തിനായി ഭവിക്കണം. പരോപകാരമേ പുണ്യം, പാപായ പരപീഡനം. നല്ല ഫലം പുറപ്പെടുവിക്കാം. മുന്തിരി ചെടിയായി നമ്മളെ നട്ടെങ്കിൽ മുന്തിരിയുടെ ഫലം പുറപ്പെടുവിക്കുന്ന മക്കളായി നമുക്ക് മാറുവാൻ സാധിക്കണം. അതിനുവേണ്ടിയാണ് യേശു നമ്മെ ക്ഷണിക്കുന്നത്. അതുകൊണ്ട് പഴയ ഇസ്രായേലിന് എന്തു പറ്റി? നല്ല മുന്തിരിയായി നട്ടു, പക്ഷേ കാട്ടുമുന്തിരിങ്ങ കായ്ച്ചപ്പോൾ
അതിനെ മാറ്റി ആ സ്ഥാനത്ത് യഹോവയായ ദൈവം മറ്റൊരു ഇസ്രായേലിനെ പ്രതിഷ്ഠിച്ചു. അതാണ് നാം ഓരോരുത്തരും. നമുക്ക് ദൈവിക പദ്ധതിയോട് ചേർന്ന് നിൽക്കാം, നിത്യജീവനിലേക്ക് പ്രവേശിക്കാം. ഉയർപ്പിൻ്റെ ചൈതന്യം നിറഞ്ഞ ആത്മീക ശക്തി നമുക്ക് ധരിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹാപ്പി ഈസ്റ്റർ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള നാമത്തിൽ ആമേൻ.